മുട്ടാണ്. ഇത് എവിടെ നിന്നാണ് ആ മലമുകളിൽ അപ്പോൾ വന്നത്? ദൈവം സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് പൊഴിച്ചിട്ടതാണോ? ഒരിക്കലുമല്ല. അബ്രഹാം ഇസ്ഹാക്കിനെയും കൂട്ടി മോറിയ മലയുടെ ഒരു വശത്ത് കൂടെ ആ മലയുടെ മുകളിലേക്ക് നടന്നു പോയപ്പോ അവനുള്ള മറുപടി ആ മലയുടെ മറുവശത്ത് കൂടെ ദൈവം അയച്ച ആ ആട്ടിൻകുട്ടി അത് ആ മലയുടെ ചുവട്ടിൽ നിന്ന് അത് മുകളിലേക്ക് കയറി വന്നു. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ വേദനയുടെ കഷ്ടതയുടെ നാളുകളിൽ നീ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ നീ നിരാശപ്പെടരുത്. നിനക്കുള്ള മറുപടിയും കയറി വരുന്നുണ്ട്. നീ സ്പീഡിൽ കർത്താവിനെ അനുസരിച്ചാൽ, കർത്താവിൻ്റെ വഴിയിൽ നീ സ്പീഡിൽ നടന്നാൽ നിനക്കുള്ള മറുപടിയും സ്പീഡിൽ കയറി വരും. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം ആ ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചിട്ട് ആ സ്ഥലത്തിന് ഒരു പേരിട്ടു, യഹോവ യിരേ. ദൈവം കരുതുന്ന ദൈവമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ഓണർഷിപ്പ് നീ ദൈവത്തിന് കൈമാറിക്കഴിഞ്ഞാൽ നിന്റെ സകല ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കരുതൽ, യഹോവ യിരേ എന്ന വെളിപാട് നിനക്ക് പ്രാപിക്കാൻ പറ്റും. ആർക്കാണെന്നറിയാമോ ഈ വെളിപാട് പ്രാപിക്കാൻ പറ്റുന്നത്? ദൈവം പറയുന്നത് അനുസരിക്കുന്നവർക്ക്, തങ്ങളെ തന്നെ ദൈവത്തിനായി കൊടുക്കുന്നവർക്ക്. സത്യത്തിൽ അബ്രഹാം ഇസഹാക്കിനെ അല്ല ബലിയർപ്പിച്ചത്, മറിച്ച് അബ്രഹാമിനെ തന്നെയാണ്. ആ വചനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് പറഞ്ഞത്, അബ്രഹാമിൻ്റെ ബലി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാനായിട്ട് പോകുമ്പോ ഇസഹാക്ക് വീറോന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അബ്രഹാമിനറിയാം അബ്രഹാമിന്റെ വേദന. ഇസഹാക്ക് വേദനിച്ചത് അവിടെ ബലിപീഠത്തെങ്കിൽ കൊണ്ടുപോയി കിടത്തിയ സമയത്താ. പക്ഷേ അബ്രഹാം ദിവസങ്ങളായിട്ട് ഈ വേദന ചുമന്നുകൊണ്ട് നടന്നവനാ. മക്കൾ മരിച്ചുപോയ ചില മാതാപിതാക്കന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ എൻ്റെ മകൻ മരിച്ചതിന് പകരം ഞാൻ മരിച്ചാൽ മതിയായിരുന്നു, എൻ്റെ മകൾ മരിച്ചതിന് പകരം ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചില അപ്പന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില അമ്മമാരങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയപ്പോൾ, ഇസഹാക്കിന്റെ ഓണർഷിപ്പ് ദൈവത്തിനായി കൊടുക്കാൻ പോയപ്പോൾ, യഥാർത്ഥത്തിൽ അബ്രഹാമിനെ തന്നെയാണ് അവൻ ദൈവത്തിനായി കൊടുത്തത്. അബ്രഹാമിന്റെ ഓണർഷിപ്പ് തന്നെ അവൻ ദൈവത്തിനായി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കൊടുക്കുന്നവർക്കുള്ള വെളിപാടാണ് യഹോവ യിരേ. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്ത് ദൈവത്തിനായി കൊടുക്കുന്നുവോ, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി നീ എന്ത് കൊടുക്കുന്നുവോ, കൊടുക്കുന്ന നിനക്കുള്ള വെളിപാടാണ് ദൈവം കരുതുന്നവനാണ്. നീ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിന്റെ സമ്പത്ത് നീ കൊടുത്താൽ നിന്റെ സാമ്പത്തിക ആവശ്യങ്ങളിൽ ദൈവം കരുതുന്നവനാണ്. ആ വെളിപാട് നിനക്ക് പ്രാപിക്കാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. നിന്റെ ഏത് ആവശ്യങ്ങളിലും നീ കൊടുക്കുന്നവനാണെങ്കിൽ നിനക്ക് ആ വെളിപാട് പ്രാപിക്കാൻ പറ്റും. യഹോവ യിരേ, ദൈവം കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറയും ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ഒരു ബലിയായി കൊടുക്കുമ്പോൾ, നമ്മുടെ ഓണർഷിപ്പ് ദൈവത്തിനായി കൊടുക്കുമ്പോൾ, നമ്മുടെ സകല ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പരിപാലന, ദൈവത്തിൻ്റെ നടത്തിപ്പ് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എൻ്റെ സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരുതലുണ്ടാകണം, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലന ഉണ്ടാകണം, എൻ്റെ മക്കളുടെ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലുണ്ടാകണം. യഹോവ യിരേ, ആ വെളിപാട് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവര് വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഇപ്പോൾ നമ്മുടെ മേലുള്ള നമ്മുടെ ഓണർഷിപ്പ് നമ്മൾ ദൈവത്തിനായി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ചില കഷ്ടതയുടെ നാളുകളിൽ, വലിയ ഒറ്റപ്പെടലിൻ്റെ, വലിയ തകർച്ചയുടെ, വലിയ സങ്കടങ്ങളുടെ നാളുകളിൽ ഒരു രാത്രി ആരും സഹായത്തിനില്ലാതെ ഒരു മനുഷ്യൻ്റെ സാമീപ്യത്തിന് പോലും കൊതിച്ച് നിന്ന ഒരു രാത്രിയിൽ, കർത്താവേ ആരുമില്ലല്ലോ എന്നുള്ള വേദനയിൽ ഞാൻ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ്, നീ എൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്, നിന്റെ മേലുള്ള അധികാരവും അവകാശവും ആധിപത്യവും എനിക്ക് മാത്രമുള്ളതാണ്.
ഞാനിങ്ങനെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനുശേഷം ആ ഒരു വെളിപാട് കിട്ടിയതിന് ശേഷം ഞാൻ ഇതിങ്ങനെ സ്വയം ഏറ്റു പറയാൻ തുടങ്ങി. എൻ്റെ മേലുള്ള അധികാരം യേശുവിന് മാത്രമാണ്, എൻ്റെ മേലുള്ള അവകാശം യേശുവിനാണ്, എൻ്റെ മേലുള്ള ആധിപത്യം യേശുവിനാണ്. പിശാചിനോ ഈ ലോകത്തിൻ്റെ ശക്തികൾക്കോ എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പരിപാലന. അതുവരെ എനിക്ക് സകല കാര്യങ്ങളിലും എപ്പോഴും കടം മേടിക്കേണ്ടി വന്നു. കടം മേടിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ആ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ തുടങ്ങി. കടം വാങ്ങിക്കുന്ന പരിപാടി നിർത്തി. Praise the Lord. ദൈവത്തിൻ്റെ കരുതൽ സകല ആവശ്യങ്ങളിലും ഞാൻ കാണുവാനായിട്ട് തുടങ്ങി. Praise the Lord. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു ദൈവദാസനുമായിട്ട് ഞാൻ ഈ കാര്യം ഞാനൊന്ന് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദരാ, ഇത് നീ നിൻ്റെ കുടുംബത്തിൽ മാത്രം ഈ ശുശ്രൂഷ, ഈ പ്രാർത്ഥന നടത്തിയാൽ പോരാ. ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ കൂട്ടി ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. കർത്താവേ, ഞങ്ങളുടെ മേലുള്ള സകല അവകാശവും ആധിപത്യവും എല്ലാം നിനക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. പിശാചിനോ ഈ ലോകശക്തികൾക്കോ ഞങ്ങളുടെ മേൽ യാതൊരു അവകാശവും ഇല്ല എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ രോഗപീഠകൾ ഒഴിഞ്ഞു. മറ്റേ ഏത് സമയം ആശുപത്രി പോക്ക്, എപ്പോഴും ആശുപത്രി കൊണ്ടുപോയി പൈസ കൊടുപ്പ്. എന്നാൽ അതിനുശേഷം ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അപ്പോൾ ഞാൻ ഈ ദൈവദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദരാ, നിന്നെ കേൾക്കുന്ന ജനങ്ങളെ അവരുടെ ഓണർഷിപ്പ് നീ ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ മേലുള്ള അധികാരം, അവരുടെ മേലുള്ള അവകാശം, അവരുടെ മേലുള്ള ആധിപത്യം നീ യേശുവിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നീ സ്വർഗത്തിന് വേണ്ടി നീ ആത്മാക്കളെ നേടുന്ന വ്യക്തിയായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ കേൾക്കുന്ന ജനത്തിന് ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ പരിപാലന കടന്നു വരാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് തങ്ങളുടെ ഓണർഷിപ്പ് കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേര് തങ്ങളുടെ മേലുള്ള അവകാശം ദൈവത്തിനായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? അങ്ങനെയുള്ളവർ വലതുകരം ഉയർത്തി ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ യേശുവിനെ ഏകരക്ഷിതാവായി സ്വീകരിച്ച് യേശുവിന്റെ കർത്തൃത്വം ഏറ്റുപറഞ്ഞ് അവന് നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ഓണർഷിപ്പ് അവനായി കൈമാറി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, നിങ്ങൾ ഇനിമേൽ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. നിങ്ങൾ അവൻ്റെ സ്വന്തമായി തീരുകയാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ശരീരം ഇത് കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ മന്ദിരമായി മാറാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് തയ്യാറാകും? ഇന്ന് രാത്രിയിൽ എൻ്റെ ഓണർഷിപ്പ് ഞാൻ ദൈവത്തിന് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ പോവുകയാണ്. ഇനി ദൈവം പറയുന്നത് അനുസരിച്ച് നടക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ലോകം പറയുന്ന വഴിയിലല്ല, ഇനി ലോകത്തിൻ്റെ വഴികളിലൂടെയല്ല ഞാൻ പോകുന്നത്, ഞാൻ യേശുവിൻ്റെ വഴിയിലൂടെ പോകും. എത്ര പേര് തയ്യാറാകും? പ്രിയപ്പെട്ടവരെ, ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു വലിയ ദൈവദാസനുണ്ടായിരുന്നു, ഡോക്ടർ ബില്ലി ഗ്രഹാം. നിങ്ങൾക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വലിയ പ്രശസ്തനായ ഒരു സുവിശേഷ പ്രസംഗകൻ. ഇന്ന് അദ്ദേഹത്തിന് 90 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷകളിലെ ഒരു സ്ഥിരം പതിവായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന സമയം ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരോട് അദ്ദേഹം ഇങ്ങനെ പറയും: യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഏറ്റുപറയുവാൻ തയ്യാറുള്ളവര്, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ തയ്യാറുള്ളവര്, അവരെ മുൻപോട്ട് കടന്നു വന്നാട്ടെ. അപ്പോൾ ഇങ്ങനെ 10,000 ഒരുമിച്ച് ആ സ്റ്റേജിൻ്റെ അടുത്തേക്ക് ആർത്തലച്ച് വരികയാണ്. അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കരങ്ങളെ ഉയർത്തി അവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കും. യേശുവിനായി അവരുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പതിവ് ഈ ബില്ലി ഗ്രഹാമിൻ്റെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. അന്നൊരിക്കൽ ഒരു ദിവസം ഇതുപോലെ ന്യൂയോർക്കിൽ ഒരു വലിയ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. 10,000 കൂടിയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അദ്ദേഹം പ്രസംഗിക്കുന്ന ആ കോമ്പൗണ്ടിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ആ 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു മുറിയിൽ ആ കാലത്ത് ഹോളിവുഡിലെ ഒരു പ്രശസ്തയായ സിനിമാ നടി, അവൾക്കന്ന് കേവലം 24 വയസ്സ് പ്രായം, അവള് ഈ പ്രസംഗം ഇങ്ങനെ ആ ഹോട്ടൽ മുറിയുടെ ജനലുകളൊക്കെ തുറന്നിട്ടിട്ട് അവൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബില്ലി ഗ്രഹാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കോമ്പൗണ്ട് മുഴുവൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം അവിടെ
ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. ഈ ആത്മാവിൻ്റെ ആ ചലനം അവൾ ഇരിക്കുന്ന ആ ഹോട്ടൽ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൻ്റെ പ്രകമ്പനം അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ബില്ലി ഗ്രഹാം ശുശ്രൂഷയുടെ അവസാനം യേശുവിനായി ജീവിതങ്ങളെ സമർപ്പിക്കാൻ തയ്യാറുള്ളവരെ അദ്ദേഹം ക്ഷണിച്ചപ്പോൾ ഇവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവൾ എഴുന്നേറ്റ് ആ ജനൽ ചില്ലകൾ അങ്ങോട്ട് ചേർത്തടച്ചിട്ട് അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ 24 വയസ്സ് പ്രായമേ ഉള്ളൂ, ഒരു 50 വയസ്സ് കഴിയട്ടെ, എന്നിട്ട് ഞാൻ ആലോചിക്കാം. അതുവരെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം, എനിക്കിഷ്ടമുള്ളതുപോലെ എനിക്ക് കള്ളു കുടിക്കണം, എനിക്ക് സിഗരറ്റ് വലിക്കണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് തോന്നിവാസം ജീവിക്കണം, എനിക്ക് വ്യഭിചാരം ചെയ്യണം, എനിക്ക് അതിൻ്റെ സുഖം കിട്ടണം, ഈ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന സുഖങ്ങൾ മുഴുവൻ എനിക്ക് അനുഭവിക്കണം. അതുകൊണ്ട് ഒരു 50 വയസ്സ് കഴിയട്ടെ, ഞാൻ അപ്പോൾ ആലോചിക്കാം. അത് പറഞ്ഞിട്ട് അവൾ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്, പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അവൾ അഭിനയിച്ചുകൊണ്ടിരുന്ന ആ ഹോളിവുഡ് സിനിമയിൽ അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് അവൾ കാറിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു ട്രക്ക് വന്ന് അവളുടെ കാറുമായിട്ട് കൂട്ടിയിടിച്ച് അവളുടെ ശവശരീരം ഛിന്ന ഭിന്നമായി പോയി. 3-4 ബക്കറ്റുകളിലായിട്ട് അവളുടെ ശരീരത്തെ കോരിയെടുക്കേണ്ടതായിട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും അവക്കിട്ട് കർത്താവ് പണി കൊടുത്തതാണെന്ന്. ഒരിക്കലും അല്ല. നമ്മുടെ കർത്താവ് അങ്ങനെ ആർക്കിട്ടും പണി കൊടുക്കുന്ന ഒരു ദൈവമായിരുന്നില്ല. അങ്ങനെ പണി കൊടുക്കുന്നവനായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ എന്താ സംഭവിച്ചത്? യേശുവിനെ അവൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ, രക്ഷയ്ക്കുള്ള മാർഗത്തെ അവൾ തന്നെ അടച്ചു കഴിഞ്ഞപ്പോൾ, അവളുടെ ആത്മാവിന്റെ മേൽ, അവളുടെ ശരീരത്തിന്റെ മേൽ പിശാച് ആധിപത്യം എടുത്തു. പിശാച് എന്തിനാ വരുന്നത്? നശിപ്പിക്കാനും കൊല്ലാനും അറക്കാനും മോഷ്ടിക്കാനുമാ. പിശാച് അവളുടെ മേൽ ആധിപത്യം എടുത്തു. അവിടെ ജീവിതം തകർന്നു പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിപ്പോൾ പാടി ഒറ്റ ആയുസ് ദൈവം നമുക്ക് നൽകിയിട്ടല്ലോ, ഒരേ ഒരു ആയുസ്. ഈ ആയുസ് നീ ദൈവത്തിനായി കൊടുക്കുമോ? ഈ ആയുസ് നീ ദൈവത്തിനായി നീ കൊടുക്കുമോ? നിന്റെ ഓണർഷിപ്പ്, നിന്റെ മേലുള്ള അവകാശം, നിന്റെ മേലുള്ള അധികാരം, നിന്റെ മേലുള്ള സമ്പൂർണമായ ആധിപത്യം നീ യേശുവിനായി ഏൽപ്പിച്ചു കൊടുക്കുമോ? ലോകത്തെയും അതിൻ്റെ മോഹങ്ങളെയും പിശാചിനെയും നീ യേശുവിൻ്റെ നാമത്തിൽ നീ തള്ളി പറയുമോ? എങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ ഉള്ളിലേക്ക് വരികയാണ്. നീ ദൈവത്തിൻ്റെ മന്ദിരമായി മാറാൻ പോവുകയാണ്. ദൈവം വസിക്കുന്ന ആലയമായി നീ മാറാൻ പോവുകയാണ്. നിന്റെ സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരുതൽ നീ കാണാൻ പോവുകയാണ്. യഹോവ ഇരേ, ദൈവം കരുതുന്നവനാണ്. യഹോവ ഷമ്മ, ദൈവം കൂടെ ഇരിക്കുന്നവനാണ്. യഹോവ റാഫ, ദൈവം സൗഖ്യദായകനാണ്. ഹല്ലേലൂയ. യഹോവ ശലോം, അവൻ സമാധാനം നൽകുന്ന ദൈവമാണ്. അവൻ കരുതുന്നവനാണ്, അവൻ കൂടെ ഇരിക്കുന്നവനാണ്, അവൻ സൗഖ്യദായകനാണ്, അവൻ സമാധാന പ്രഭുവാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും വ്യാപരിക്കാനായിട്ട് പോവുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളിലും ഇടപെടാൻ പോവുകയാണ്. ഇന്ന് ഈ കോമ്പൗണ്ടിൽ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതം നീ യേശുവിനായി ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ ഒരു ബലിയായി നീ ഏൽപ്പിച്ചു കൊടുക്കുമോ? നിന്റെ ഓണർഷിപ്പ് നീ ദൈവത്തിനായി കൈമാറുമോ? അങ്ങനെ കൈമാറാൻ തയ്യാറുള്ളവരെന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുക. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഓണർഷിപ്പ് കൈമാറാൻ തയ്യാറുള്ളവർ മാത്രം. ഇത് സ്വന്തം ബോധ്യത്തിലായിരിക്കണം. ഇത് സ്വന്തം അഭിപ്രായത്തിലായിരിക്കണം. എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് അവർക്ക് എന്നാ തോന്നും, ഞാൻ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അവർക്ക് എന്നാ തോന്നും, അങ്ങനെ വിചാരിച്ച് ആരും എഴുന്നേറ്റ് നിൽക്കണ്ട. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്നാൽ നിന്റെ പൂർണ്ണ ബോധ്യത്തോടെ, പൂർണ്ണ മനസ്സോടെ, കർത്താവേ, ഇതാ ഞാൻ, എൻ്റെ ഓണർഷിപ്പ് നിനക്കായി ഞാൻ തരാം. ഇനി എൻ്റെ മേലുള്ള അവകാശം എനിക്കല്ല, ഇനി എൻ്റെ മേലുള്ള ആ അധികാരം എനിക്കല്ല. കർത്താവേ, നിനക്കാണ് എൻ്റെ മേലുള്ള അധികാരം. അപ്പോൾ നിനക്ക് ആ വെളിപാട് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ ചൊല്ലിത്തരുന്ന ഈ പ്രാർത്ഥന സകലരും ഒന്ന് ഏറ്റുചൊല്ലാമോ? കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എന്റെ രക്ഷകനായ ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്റെ രക്ഷകനും എന്റെ കർത്താവുമായി യേശുക്രിസ്തുവിനെ ഞാൻ ഏറ്റുപറയുന്നു. എന്റെ മേലുള്ള എല്ലാ അധികാരവും
എല്ലാ അവകാശവും എല്ലാ ആധിപത്യവും യേശുക്രിസ്തുവിന് എന്റെ പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. പിശാചിനോ ഈ ലോകശക്തികൾക്കോ എന്റെ മേൽ എന്റെ കുടുംബത്തിന്റെ മേൽ യാതൊരു അധികാരവുമില്ലെന്ന്, യാതൊരു അവകാശവുമില്ലെന്ന്, യാതൊരു ആധിപത്യവുമില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. ഞാൻ യേശുവിന്റെ പൈതലാണ്. ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. യേശു നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. യഹോവ യിരേ, അവൻ കരുതുന്ന ദൈവം. യഹോവ ശമ്മാ, അവൻ കൂടെ ഇരിക്കുന്നവൻ. യേശു അവൻ നമ്മുടെ കൂടെയുണ്ട്. ആരൊക്കെ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്തോ അവരിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. നീ ദൈവത്തിന്റെ ആലയമായി മാറുകയാണ്. ഇനി നീ നിന്റെ സ്വന്തമല്ല, ഇനി നീ ദൈവത്തിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുതുന്നവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, സമാധാനപ്രഭുവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, സമാധാനപ്രഭു. കരുതുന്നവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, സമാധാനപ്രഭു. കരുതുന്നവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, സമാധാനപ്രഭു. കരുതുന്നവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, സമാധാനപ്രഭു. ഓ, കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ പാടി ആരാധിച്ച്. ഇതാ ഒരു ദൈവിക വെളിപാട് നിന്റെ ഉള്ളിലേക്ക് ദൈവം തരികയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ വെളിപാട് നിന്റെ ഉള്ളിലേക്ക് തരികയാണ്. അവൻ നിന്റെ ഉള്ളിലുണ്ട്. ദൈവം നിന്നോട് കൂടെ. ഇമ്മാനുവേൽ, ദൈവം നിന്നോട് കൂടെ. നീ ദൈവത്തിന്റെ ആലയമാണ്. ദൈവം നിന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായി കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ പാടി കർത്താവിനെ ആരാധിച്ച്. മോറിയാ മലയിൽ കുഞ്ഞാട്ടിൻ കുട്ടനെ മുന്നമേൽ കരുതിയവൻ, മരുഭു പ്രയാണത്തിൽ ഇസ്രായേൽ ജനത്തെ മന്നയാൽ കരുതിയവൻ. മോറിയാ മലയിൽ കുഞ്ഞാട്ടിൻ കുട്ടനെ മുന്നമേൽ കരുതിയവൻ, മരുഭു പ്രയാണത്തിൽ ഇസ്രായേൽ ജനത്തെ മന്നയാൽ കരുതിയവൻ. യഹോവ യിരേ, കരുതുന്നവൻ. യഹോവ ശമ്മാ, കൂടെയുള്ളവൻ. യഹോവ റഫാ, സൗഖ്യദായകൻ. യഹോവ ശലോം, സമാധാനപ്രഭു. യഹോവ യിരേ, കരുതുന്നവൻ. യഹോവ ശമ്മാ, കൂടെയുള്ളവൻ. യഹോവ റഫാ, സൗഖ്യദായകൻ. യഹോവ ശലോം, സമാധാനപ്രഭു. കരുതുന്നവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, സമാധാനപ്രഭു. കരുതുന്നവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, സമാധാനപ്രഭു. ഹല്ലേലൂയ. ഓ, എന്റെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, ഇസ്രായേൽ ജനത്തെ മന്നയാൽ പോഷിപ്പിച്ചവൻ ഇതാ നമ്മുടെ കൂടെ വസിക്കുകയാണ്. അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ നമ്മുടെ രക്ഷയാണ്. ആ ദൈവം നിന്റെ ഉള്ളിലുണ്ട്. മഗ്ദലാരാവിലും യെസബാമരുവിലും ആരാമിന്റെ മേടുകളിലും യാബോക്കെന്ന കടവിലും ബെഥയാഗഭൂമിയിലും യാക്കോബോടു കൂടിയിരുന്നവൻ. മഗ്ദലാരാവിലും യെസബാമരുവിലും ആരാമിന്റെ മേടുകളിലും യാബോക്കെന്ന കടവിലും ബെഥയാഗഭൂമിയിലും യാക്കോബോടു കൂടിയിരുന്നവൻ. യഹോവ യിരേ, കരുതുന്നവൻ. യഹോവ ശമ്മാ, കൂടെയുള്ളവൻ. യഹോവ റഫാ, സൗഖ്യദായകൻ. യഹോവ ശലോം, സമാധാനപ്രഭു. യഹോവ യിരേ, കരുതുന്നവൻ. യഹോവ ശമ്മാ,
ഹല്ലേലൂയ. ഓ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കും? ലാസറിനെ ഉയർപ്പിച്ച ദൈവം, ചീഞ്ഞറിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച യേശു എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഓ, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ജായിറോസിൻ വീട്ടിലും നൈലെന്ന ദേശത്തും ഗദരിയൻ ദേശത്തിലും ബഥാനിലും നാട്ടിലും ലാസറിനെ ഉയർപ്പിച്ച സൗഖ്യത്തിന്റെ ദൈവമല്ലോ. ജായിറോസിൻ വീട്ടിലും നൈലെന്ന ദേശത്തും ഗദരിയൻ ദേശത്തിലും ബഥാനിലും നാട്ടിലും ലാസറിനെ ഉയർപ്പിച്ച സൗഖ്യത്തിന്റെ ദൈവമല്ലോ. യഹോവയിരേ കരുതുന്നവൻ, യഹോവ ശമ്മാ കൂടെയുള്ളവൻ, യഹോവ റഫാ സൗഖ്യദായകൻ, യഹോവ ശലോം സമാധാന പ്രഭു. യഹോവയിരേ കരുതുന്നവൻ, യഹോവ ശമ്മാ കൂടെയുള്ളവൻ, യഹോവ റഫാ സൗഖ്യദായകൻ, യഹോവ ശലോം സമാധാന പ്രഭു. കരുതുന്നവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, സമാധാന പ്രഭു. കരുതുന്നവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, സമാധാന പ്രഭു. ആമേൻ. ഓ, പൗലോസും ശീലാസും ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ ആരാധിച്ചപ്പോ അവർക്ക് സമാധാനം നൽകിക്കൊണ്ട് ഇതാ അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. അവൻ നിന്റെ കൂടെയുള്ളപ്പോൾ യഥാർത്ഥ സമാധാനം ലോകം നൽകാത്തവൻ അവൻ നിന്റെ ഉള്ളിൽ നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പൗലോസിനും ശീലാസിനും ഫിലിപ്പിയൻ തടവിലും സമാധാനം നൽകിയവൻ, ആരാഗ്രഹ പ്രമാണിക്കും കഷ്ടത സഹിച്ചവർക്കും സമാധാനം നൽകിയവൻ. പൗലോസിനും ശീലാസിനും ഫിലിപ്പിയൻ തടവിലും സമാധാനം നൽകിയവൻ, കാരാഗ്രഹ പ്രമാണിക്കും കഷ്ടത സഹിച്ചവർക്കും സമാധാനം നൽകിയവൻ. യഹോവയിരേ കരുതുന്നവൻ, യഹോവ ശമ്മാ കൂടെയുള്ളവൻ, യഹോവ റഫാ സൗഖ്യദായകൻ, യഹോവ ശലോം സമാധാന പ്രഭു. യഹോവയിരേ യഹോവ ശമ്മാ കൂടെയുള്ളവൻ, യഹോവ റഫാ സൗഖ്യദായകൻ, യഹോവ ശലോം സമാധാന പ്രഭു. കരുതുന്നവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, 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 സമാധാന പ്രഭു. യഹോവയിരേ കരുതുന്നവൻ, യഹോവ ശമ്മാ കൂടെയുള്ളവൻ, യഹോവ റഫാ സൗഖ്യദായകൻ, യഹോവ ശലോം സമാധാന പ്രഭു. യഹോവയിരേ കരുതുന്നവൻ, യഹോവ ശമ്മാ കൂടെയുള്ളവൻ, യഹോവ റഫാ സൗഖ്യദായകൻ, യഹോവ ശലോം സമാധാന പ്രഭു. ജായിറോസിൻ വീട്ടിലും നൈലെന്ന ദേശത്തും ഗദരിയൻ ദേശത്തിലും ബഥാനിലും നാട്ടിലും ലാസറിനെ ഉയർപ്പിച്ച സൗഖ്യത്തിന്റെ ദൈവമല്ലോ. ജായിറോസിൻ വീട്ടിലും നൈലെന്ന ദേശത്തും ഗദരിയൻ ദേശത്തിലും ബഥാനിലും നാട്ടിലും ലാസറിനെ ഉയർപ്പിച്ച സൗഖ്യത്തിന്റെ ദൈവമല്ലോ. യഹോവയിരേ കരുതുന്നവൻ, യഹോവ ശമ്മാ കൂടെയുള്ളവൻ, യഹോവ റഫാ സൗഖ്യദായകൻ, യഹോവ ശലോം സമാധാന പ്രഭു. യഹോവയിരേ കരുതുന്നവൻ, യഹോവ ശമ്മാ കൂടെയുള്ളവൻ, യഹോവ റഫാ സൗഖ്യദായകൻ, യഹോവ ശലോം സമാധാന പ്രഭു. കരുതുന്നവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, സമാധാന പ്രഭു. കരുതുന്നവൻ, കൂടെയുള്ളവൻ, സൗഖ്യദായകൻ, സമാധാന പ്രഭു. കരുതുന്നവൻ,
സ്വർഗാരോഹണത്തിൻ്റെ സമയത്ത് എൻ്റെ യേശു തന്നിൽ വിശ്വസിച്ചവരോട് പറഞ്ഞു, അന്ത്യത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇത് വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ പിശാചുകളെ പുറത്താക്കും, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും. ആരുടെ കൂടെ? ആരുടെ കൂടെ? ആരുടെ കൂടെയാണ് ഈ അടയാളങ്ങളുള്ളത്? ആരുടെ കൂടെയാണ് ഈ അടയാളങ്ങളുള്ളത്? വിശ്വസിക്കുന്നവരുടെ കൂടെ. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന്റെ കൂടെ. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന്റെ കൂടെ. ധ്യാന ഗുരുക്കന്മാരുടെ കൂട്ടത്തിലല്ല, അവരുടെ കൂടെ മാത്രമല്ല, സുവിശേഷ പ്രസംഗക്കാരുടെ കൂട്ടത്തിലല്ല, വിശ്വസിക്കുന്നവരുടെ കൂടെ. നീ വിശ്വസിച്ചാൽ നിന്റെ കൂടെ. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്ന നിന്റെ കൂടെ, ദൈവത്തിന്റെ മന്ദിരമായി തീർന്നിരിക്കുന്ന നിന്റെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നീ കരങ്ങൾ വയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ പിശാചുകൾ വിട്ടുപോകും. വിശ്വസിക്കുന്നവർ വലത് കരം ഉയർത്തി ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെയെങ്കിൽ നിന്റെ കഷ്ടതകളെ നോക്കി നീ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ മാറട്ടെ. നീ പറയണം, വിശ്വസിക്കുന്ന നീ പറയുമ്പോൾ അത് സംഭവിക്കും. വിശ്വസിക്കുന്ന നീ പറയുമ്പോൾ അത് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ പറ. നിങ്ങൾ ചേർന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ട്യൂമർ അപ്രത്യക്ഷമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേലുള്ള സകല കെട്ടുകളെ ഞാൻ അടിച്ചുവിടുകയാണ്. ഹല്ലേലൂയ. പിശാച് അനേകരെ ഇന്ന് അന്ധകാരത്തിലാക്കിയിരിക്കുക. ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ കാണാൻ പറ്റാത്ത വിധത്തിൽ, ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ അനേകർ ഇന്ന് അന്ധകാരത്തിൽ കഴിയുകയാണ്. യെശയ്യാ 45:3 വാക്യത്തിൽ ദൈവം പറഞ്ഞു, അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്. അന്ധകാരത്തിലെ നിധികൾ. അന്ധകാരം എന്ന് പറഞ്ഞാൽ നിനക്ക് കാണാൻ പറ്റുന്നില്ല, ഇരുട്ടത്തിരിക്കുക. ഉണ്ട്, നിധി അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ നിനക്ക് കാണാൻ പറ്റുന്നില്ല. നീ അന്ധകാരത്തിൽ ഇരിക്കുകയാണ്. പിശാച് മറച്ചു വെച്ചിരിക്കുക. സഹോദര, ദൈവം നിനക്ക് അനുഗ്രഹം തരാഞ്ഞിട്ടല്ല, ദൈവം നിനക്ക് അഭിവൃദ്ധി തരാഞ്ഞിട്ടല്ല, ദൈവം നിനക്ക് സൗഖ്യം തരാഞ്ഞിട്ടല്ല, ദൈവം നിനക്ക് നിന്റെ കുടുംബത്തിൽ സമാധാനം തരാഞ്ഞിട്ടല്ല. പിശാച് അത് മറച്ചു വെച്ചിരിക്കുക, പിശാച് അത് മറച്ചു വെച്ചിരിക്കുക. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ പിശാചുകൾ വിട്ടുപോകും. നീ പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തികൾ മാറിപ്പോകും. ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് നീ കാണാൻ പോകുക, നീ കാണാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജനത്തിന്റെ മേലുള്ള സകല കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയിൽ അനേകർ കടക്കണിയിൽ മുഴുകി കടം മേടിക്കേണ്ട അവസ്ഥ. ചിലർക്ക് വരുമാനമുണ്ട്, വരുമാനം ഉണ്ടെങ്കിലും കടം വാങ്ങിക്കേണ്ട അവസ്ഥ. ഒരാവശ്യം വരുമ്പോൾ പോയി മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് ആ അവസ്ഥയ്ക്ക് മാറ്റാൻ വരാൻ പോവുക, ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോവുക. നീ കടം വാങ്ങിക്കുന്നവനല്ല, ഇന്ന് മുതൽ നീ കടം കൊടുക്കുന്നവനാകും. വിശ്വസിക്കുന്നവർ ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ കടം കൊടുക്കുന്നവനാകും. നിങ്ങൾ ഉറക്കെ പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ്, ഞാൻ ഇനി കടം വാങ്ങിക്കത്തില്ല, ഞാൻ കടം കൊടുക്കുന്നവനായി തീരും. എൻ്റെ ദൈവം അത് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. ഈ മക്കളുമുള്ള സാമ്പത്തിക തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ റദ്ദു ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിന്റെ അത്ഭുതകരം ഇവരുടെ മേൽ നീട്ടണമേ. ദൈവശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്തേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ, എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കാം. നീ കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കുക, യേശുവിനോട് ചേർന്നൊരു വിശുദ്ധ ജീവിതം നയിക്കുക. സകല ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കരുതൽ കാണാൻ പോവുക.